വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ റോയൽ എൻഫീൽഡിലെ ഏറ്റവും പുതിയ ഗൊറില്ല 450 ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബിഗ് താങ്ക്സ് ടു കൈസർ മോട്ടോഴ്സ് വൈറ്റില. അവർ ആ ലോഞ്ച് ദിവസം തന്നെ നമുക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഭയങ്കര തിരക്കാണ്. നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ വിശേഷം കാര്യമൊന്ന് പറഞ്ഞുതരാം. അതെ, ബ്രാൻഡ് സ്പാങ്കിങ് ന്യൂ വണ്ടിയാണ് കേട്ടോ. ഞാൻ തൊട്ടിട്ടില്ല, വണ്ടി ഇത് എപ്പോൾ ഇറക്കിക്കൊണ്ട് വന്നേ ഉള്ളൂ. എൻ്റെ മോനെ വണ്ടി കാണാനുള്ള അടിപൊളിയാണ് കേട്ടോ. വണ്ടി ഫോട്ടോ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല വലുതാണ്. എസ്പെഷ്യലി നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഹിമാലയനായിട്ട് വന്ന ഏറ്റവും വലിയ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ ഫ്രണ്ട് 20 വ്യത്യാസമുണ്ട്. ഇപ്പോൾ അലോയ് വീൽസാണ് വരുന്നത്. ഫ്രണ്ട് 17 ബാക്ക് 17 ആയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ ഫ്രണ്ടിൽ നമുക്ക് ഇൻവേർട്ടഡ് ഫോക്സ് അല്ല, കുറച്ചും കൂടി ബെറ്റർ ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, റോഡ് യൂസിന് വേണ്ടിയിട്ട് അവരൊരു ടെലസ്കോപ്പിക്ക് ഷോവേഡാണ് ടെലസ്കോപ്പിക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടാണ്ട് സീറ്റ് ഹൈറ്റ് കുറവാണ്. ഇതാണ് ഒറ്റ നോട്ടത്തിൽ എന്താ പറയുക ഹിമാലയനായിട്ട് വ്യത്യാസം വരുന്നത്. അതുകൂടാണ്ട് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വീൽ ബേസ് കുറവാണ്. ഇതിന് ഏകദേശം 100 mm വീൽ ബേസ് ഹിമാലയം വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അപ്പോൾ ബെറ്റർ അജിലിറ്റി ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ ഗൊറില്ല എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിങ് കോങ് മച്ചാനല്ല, ഇത് ഗൊറില്ല എന്ന് ഉദ്ദേശിക്കുന്നത് വെർസറ്റൈലാണ്, അജൈലാണ്, അത് കൂടാണ്ട് തന്നെ റഗ്ഡാണ്. ആ ഒരു പേരാണ് ഗൊറില്ല എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു സ്പാനിഷ് വേർഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗൊറില്ല എന്ന് പറയുന്നത് ആക്ച്വലി 3 വേരിയൻ്റ് വരുന്നുണ്ട്: അനലോഗ്, ഡാഷ്, ഫ്ലാഷ്. ഇതെന്ന് പറയുന്നത് ഡാഷാണ്, അതായത് മിഡ് വേരിയൻ്റ് ആണ്. നമുക്ക് ഡാഷിന് ഫ്ലാഷിന്, അതായത് മിഡിന് ടോപ്പിൽ നമുക്ക് ആ ഒരു TFT വരുന്നുണ്ട്. അനലോഗ് ആവട്ടെ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ ഹണ്ടറിലൊക്കെ കണ്ടുവന്ന പോലത്തെ ഒരു LCD കൺസോളാണ് വരുന്നത്. പക്ഷേ ഇനഫ് ടോക്കിംഗ്, ഞാൻ വണ്ടി എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, സമയം പോകും. ഫസ്റ്റ് ഇംപ്രഷൻ എന്താ പറയുക, വണ്ടി ഫീൽസ് എന്താ പറയുക, സീറ്റ് ഹൈറ്റ് വളരെ കുറവാണ്. നിങ്ങൾക്ക് ഹിമാലയം ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ സീറ്റ് ഹൈറ്റ് ഭയങ്കര കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സീറ്റ് ഹൈറ്റ് കുറവാണ്. പിന്നെ ഫുഡ് പെക്സ് സ്ലൈറ്റ്ലി റിയർ സെറ്റാണ് ഹിമാലയം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. അത് കൂടാണ്ട് തന്നെ ഈ ഒരു ഫുഡ് പെക്സ് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. അതായത് ഹിമാലയയിലും 30 mm ഫുഡ് പെക്സ് പൊങ്ങിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാല് കണ്ടോ, പെട്ടെന്ന് തന്നെ മേളിലേക്ക് എത്തി. പിന്നെ ഈ ഒരു ടാങ്ക് കംപ്ലീറ്റ് വ്യത്യാസമുണ്ട്. ഇത് ഹിമാലയൻ്റെ ടാങ്ക് അല്ല, ഹിമാലയൻ്റെ 7 ലിറ്റർ ടാങ്ക് അല്ല. ഇതെന്ന് പറയുന്നത് പുതിയ ടാങ്കാണ്, 11 ലിറ്റേഴ്സിൻ്റെ പുതിയ ടാങ്കാണ്. ഓഫ്സെറ്റ് ആയിട്ടുള്ള ഫില്ലറൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ ഹാൻഡിൽ വ്യത്യാസമുണ്ട്, കുറച്ചും കൂടി ഷോർട്ടറാണ്. ഹിമാലയ വെച്ച് പറയുമ്പോഴത്തേക്കും കുറച്ച് ഷോർട്ടർ ഹാൻഡിലാണ്. ഓക്കെ 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 ഒരുപാട് സമയം പോകും. നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ന്യൂട്രലാക്കണമല്ലേ, സോറി. ഞാനിപ്പോൾ മോഡൊന്ന് മാറ്റട്ടെ. പെർഫോമൻസ് മോഡ് ആക്കിയിട്ടുണ്ട്. മാൻ, പൊളി പൊളി. പിന്നെ ഹിമാലയ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 11 kg വണ്ടിയുടെ വെയിറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ആക്ച്വലി വണ്ടി പെർഫോമൻസ് വെച്ച് തന്നെ ഓടിക്കാൻ പോവാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എൻ്റെ മോനെ കൺസോൾ ബ്ലാക്ക് ആയിട്ടുണ്ട്. ഓൾറൈറ്റ് മാൻ, പക്ഷെ എൻ്റെ മോനെ ഹാൻഡ്ലിങ് നോക്കി. ഹാൻഡിൽ പൊസിഷൻ വളരെ നൈസാണ് കേട്ടോ. നല്ല പൊങ്ങിയായിട്ടിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ തോന്നണം അതാണ് കേട്ടോ. ഐ ഫീൽ എന്താ പറയുക, വളരെ അപ്രൈറ്റ് ആയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഒടുക്കത്തെ അപ്രൈറ്റ് എന്ന് പറയാം. ഞാൻ പറഞ്ഞ ഹാൻഡിൽ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി യു ആണ്, കുറച്ചും കൂടി എന്നെ ഫേസ് ചെയ്ത ഹാൻഡിൽ ഇരിക്കുന്നത് കണ്ടോ. ഒരു ബെൻഡ് ഉണ്ട് ഈ ഭാഗത്തായിട്ട്. മിറേഴ്സ് കുറച്ച് ചെറുതാണ്, ബട്ട് യൂസ്ഫുൾ ആണ്. ലുക്ക് അറ്റ് ദാറ്റ് മിറർ ഗൈസ്. മാൻ, ഈ വ്യൂ നോക്കി, പൊളി പൊളി. പെട്രോളർ വേണോ? അല്ല. ദിസ് ഈസ് ബ്രില്യൻറ്റ് മാൻ. വണ്ടി ചെറിയ എന്താ പറയുക, ഹയർ ഗിയറിലിട്ട് ഓടിക്കാനായിട്ട് പറ്റില്ല. ചെറുതായിട്ട് നോക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മാൻ, ദിസ് കൺസോൾ ആൻഡ് ദിസ് വ്യൂ ശരിക്കും നമ്മുടെ 100 വെച്ച് പോകുമ്പോഴത്തേക്കും ശരിക്കും ഒരു ബിഗ് ബൈക്ക് ഫീലാണ് കേട്ടോ. ഒരു പ്രോപ്പർ ഒരു 400cc ഇരിക്കുന്നതിൽ തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഓവറോൾ അടിപൊളിയാണ് കേട്ടോ വണ്ടി കാണാനായിട്ട്. നല്ല രസമുണ്ട്. ഈ ഒരു മാസ് സിലിണ്ടറൊക്കെ പുതിയതാണ്. ഈ സ്വിച്ച് ഗിയറൊക്കെ സെയിം നമ്മുടെ ഹിമാലയനിലെ കൊണ്ടുവന്ന അതേ സ്വിച്ച് ഗിയറാണ്. അവർ റോട്ടറി സ്വിച്ച് കൊണ്ടുവന്നു. പിന്നെ ഒരു കൺസോൾ ടോഗിൾ ചെയ്യാനായിട്ട് ഒരു ജോയ്സ്റ്റിക്ക് ഇവിടെ ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ഓൾറൈറ്റ്. പിന്നെ ഇവിടെ ആണെങ്കിൽ മോഡ് ബട്ടൺ ഉണ്ട്. അതായത് നമുക്ക് എക്കോയും പെർഫോമൻസും അങ്ങനെ 2 മോഡാണ് വരുന്നത്. നമുക്ക് മോഡ് ഓൺ ദ വേ മാറ്റാൻ പറ്റില്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് നിർത്തിയിട്ടിട്ട് മോഡും കാര്യങ്ങളൊക്കെ മാറ്റാം. എക്കോയിലാകുമ്പോഴത്തേക്കും ചെറിയൊരു എന്താ പറയുക, ഫ്യൂവലിങ്ങിൽ ചെറിയൊരു ലിമിറ്റേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഇങ്ങനെ പിടിച്ചിടുന്ന പോലെ തോന്നുന്നുണ്ട്. ശരിക്കും ഒരു പ്രോപ്പർ ഇതാണെങ്കിൽ നിങ്ങൾ പെർഫോമൻസ് തന്നെ ഇടണം. പിന്നെന്താ പറയുക, എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു സെയിം ഫ്രെയിമിൽ കൊണ്ടുവന്ന ഒരു എഞ്ചിനാണ് ട്വിൻ സ്പാർക്ക് ഫ്രെയിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു 450cc ഷാർപ്പ് എഞ്ചിൻ, 40 bhp, 40 Nm ടോർക്ക്. ആ ഒരു സെയിം എഞ്ചിൻ. ദിസ് ലുക്ക് സോ ഗുഡ് മാൻ. എസ്പെഷ്യലി ഈ ഒരു കളറ് ഭയങ്കര തെറിച്ചിരിക്കുന്ന കളേഴ്സാണ് കേട്ടോ. എല്ലാ കളേഴ്സും അതെ ഭയങ്കര തെറിച്ചിരിക്കുന്ന കളേഴ്സാണ്. പിന്നെ ഇവിടെ ഒരു USB ചാർജർ ഉണ്ട്, വളരെ ആഫ്റ്റർ തോട്ടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ആകെ ഒരു പരാതി എന്ന് പറയുന്നത്, ഈവൻ ദോ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് ആണെങ്കിലും ക്ലച്ച് ഭയങ്കര ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഓടിച്ചുള്ളൂ. പിന്നെ
ഹിമാലയൻ്റെ പോലെ നമുക്ക് അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഇതിൽ വന്നില്ല, വിച്ച് ഷെയിം. അതും കൂടി കൊടുക്കായിരുന്നു. റൈറ്റ്, ഞാൻ വേണമെങ്കിൽ വീഡിയോൻ്റെ അവസാനം നമുക്ക് മറ്റേ വണ്ടിയുടെ ഫിനാൻസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ആ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. കൈസ മോട്ടോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കുക. ലോഞ്ചിൻ്റെ അന്ന് തന്നെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. ഓ മാൻ, യെസ് ഗായ്സ്. അപ്പോൾ ഓടിച്ചിട്ട് എനിക്ക് തോന്നിയ ഫസ്റ്റ് ഫീൽ എന്താണെന്ന് പറയട്ടെ, ഇതിൻ്റെ ഹാൻഡ്ലിങ്. എൻ്റെ മോനെ, ഐ തിങ്ക് ദിസ് ഇസ് ദി വൺ ഓഫ് ദി ബെസ്റ്റ് ഹാൻഡ്ലിങ് റോയൽ എൻഫീൽഡ് എന്താ പറയുക സോഫാർ. ഹിമാലയൻ അടിപൊളിയാണ്. പലരും ഈ ഒരു എന്താ പറയുക ടെലസ്കോപ്പിക് ഫോർക്ക് വന്നപ്പോഴത്തേക്കും അയ്യോ UST കൊടുക്കായിരുന്നു, ഹിമാലയൻ UST ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓ മാൻ, സീ ദാറ്റ് പുൾ. എല്ലാവരും പറഞ്ഞു ഇതിന് UST കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളിതിൻ്റെ യൂസ് മനസ്സിലാക്കുക, ഇത് കുറച്ചും കൂടി ഒരു റോഡ്സ്റ്റർ മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഇതിന് ആ ഒരു UST അത്രയും ട്രാവൽ ഒരു UST ആവശ്യമില്ല. ഇതിന് കുറച്ചും കൂടി എന്താ പറയുക ഒരു 140 mm ട്രാവലുള്ള ഒരു നോർമൽ ഫോർക്സാണ് വരുന്നത്. ഫ്രം ഷോവയും കൂടി ആലോചിക്കുക. അപ്പോൾ ഇതിനു വേണ്ടി ട്യൂൺ ചെയ്താണ്. അപ്പോൾ സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കുറച്ചൊന്ന് ഹാർഡാണ്, കുറച്ചൊന്ന് സ്പോർട്ടിയറായിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടും ബാക്കും അതെ. നമുക്ക് ഫ്രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ റിയറിൽ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ എന്തോന്ന് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ടയേഴ്സ് ഭയങ്കര ഇമ്പ്രസീവാണ്. ഞാൻ പറഞ്ഞു ഇതിന് ഒരു 21 ഇഞ്ച് ഫ്രണ്ട് വീൽ വരുന്നില്ല, 19 ഇഞ്ചോ 18 ഇഞ്ചോ എന്തോ ബാക്കും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നോർമലി ഒരു ബൈക്കിൽ കണ്ടുവരുന്ന പോലെ ഒരു 17 ഇഞ്ച് അലോയ് വീൽസാണ് വരുന്നത്, സ്പോക്കല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതിൽ ആ ഒരു കുറച്ചും കൂടി വലിയ ബ്രോഡർ ആയിട്ടുള്ള വീൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഐ മീൻ ഫ്രണ്ടിൽ 120യും ബാക്കിൽ 160യും. ഐ തിങ്ക് ഈ ഒരു ഇന്ത്യൻ മാനുഫാക്ചർ നോക്കുകയാണെങ്കിൽ, അതായത് ബജാജ്, TVS, ഹീറോ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ടയർ പ്രൊഫൈൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ഐ മീൻ അതെങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ CHൻ്റെ ടയേഴ്സാണ് ഫ്രണ്ടിൽ 120യും ബാക്കിൽ 160യും. ഹിമാലയൻ്റെ ഫ്രണ്ട് വരുന്ന 90 ആണ്, ബാക്കിൽ 140 ആണ്. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുക. ഇത് കുറച്ചും കൂടി കൊള്ളാം കേട്ടോ, ഫ്ലിക്ക് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഓ മാൻ, എനിക്ക് ഫ്രണ്ട് ബ്രേക്ക് നല്ല ഈസി ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ഈസ് റിയലി ഗുഡ്. അതിന് റീസൺ കൂടി ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്ന ബ്രേക്ക് പാഡ്സ് സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ആണ്. അതായത് സെറാമിക് മെറ്റീരിയൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി പ്രീമിയം മെറ്റീരിയൽ ബ്രേക്ക് പാഡ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഓ മാൻ, സീ ദാറ്റ് പുൾ മാൻ, ഷീ വാണ്ട്സ് ടു ജമ്പ്. പിന്നെ ഇമ്മീഡിയറ്റ്ലി ഞാൻ ആദ്യമേ പറഞ്ഞു വണ്ടിക്ക് എന്താ പറയുക പയ്യെ പോകുന്ന ഇഷ്ടമല്ല, ഹയർ ഗിയറിൽ സ്ലോ സ്പീഡ് പോകുന്ന ഇഷ്ടമല്ല. വണ്ടി നല്ല രീതിയിൽ ജെർക്കിങ് കാണിക്കുന്നുണ്ട്, കടാന്ന് അടിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഈവൻ സെക്കൻഡ് ഗിയർ പോലും സ്ലോ സ്പീഡ് ഓടിക്കാനായിട്ട് പറ്റുന്നില്ല. ലിക്വിഡ് കൂളിംഗ് ആയിട്ട് തന്നെ ഹീറ്റിംഗ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലില്ല. ഹാൻഡിലിംഗ് ഉണ്ടല്ലോ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഹാൻഡിലിങ്. ഞാൻ പറഞ്ഞു എനിക്ക് ഹിമാലയൻ ഓടിച്ചപ്പോൾ ആകെ തോന്നിയത് ഒരുമാതിരി കണ്ടെയ്നറോട് ഓടിക്കണ പോലെ ആയിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ദിസ് ഫീൽസ് എ ലോട്ട് ഫ്ലിക്കബിൾ താങ്ക്സ് ടു ദി ഷോർട്ടർ വീൽ ബേസ്. ഞാൻ പറയാൻ വിട്ടുപോയി, ഇതിന് ആക്ച്വലി നമ്മുടെ ഹിമാലയം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഷോർട്ടർ വീൽ ബേസാണ് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞെന്ന് തോന്നുന്നു. അതിന് റീസൺ എന്ന് പറയുന്നത് അവർ സ്വിംഗ് ആം ഷോർട്ട് ചെയ്തു. പിന്നെ ഈ ഒരു ഇത്ര ഒരു അഗ്രസീവ്നെസ് വരാൻ കാര്യം വണ്ടിയുടെ ഫ്യൂലിങ്ങിലും മാറ്റം വരുത്തിയിട്ടുണ്ട്, ഗിയർ റേഷ്യോ മാറിയിട്ടുണ്ട്. അതിന് മെയിൻലി കോൺട്രിബ്യൂട്ട് ചെയ്തത് വണ്ടിയുടെ ഒരു റിയർ സ്പ്രോക്കറ്റാണ്. ഈ ഒരു വണ്ടിക്ക് ഹിമാലയനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും 2 ടീത്ത് കുറവാണ് വരുന്നത്. ഐ മീൻ ഹിമാലയന് 47 ടീത്താണ് വരുന്നത്, ഇതാകുമ്പോഴത്തേക്കും 45 ആണ് റിയർ സ്പ്രോക്കറ്റ് വരുന്നത്. അപ്പോൾ ഗിയർ റേഷ്യോസ് ഓബിയസ്ലി മാറിയിട്ടുണ്ട്. ഓ സസ്പെൻഷൻ, ഓ ബാൻ. ഫ്രണ്ട് സസ്പെൻഷൻ ഫേം ആണെന്ന് പറഞ്ഞു, പക്ഷേ ആ ഒരു ഫേംനെസ് നന്നായിട്ട് അബ്സോർവ് ചെയ്യുന്നുണ്ട്. റിയർ ആവട്ടെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആണോ, നമുക്ക് സോഫ്റ്റ് സെറ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതായിട്ട് ഓടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. മൊത്തത്തിൽ കൊള്ളാം. ഐ എം റിയലി ഇംപ്രസ് മാൻ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ഹിമാലയൻ്റെ ഒരു ടോൺ ഡൗൺ വെർഷൻ അല്ലെങ്കിൽ ഒരു റോഡ്സ്റ്റർ വെർഷൻ എന്ന് വെച്ചു. പക്ഷേ നിങ്ങളൊന്ന് ഓടിച്ച് നോക്കാം. സീറ്റ്സ് ആർ റിയലി ഗുഡ്. ഭയങ്കര അക്സസബിൾ ആയിട്ടുള്ള സീറ്റ് ആയിട്ടാണ്. വെറും 780 mm മാത്രമേ സീറ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈസിലി കയറി ഇരിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് കൂടിയ സീറ്റ് ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് തന്നെ ഒരു ആക്സസറി ഉണ്ട്, കുറച്ചും കൂടി സീറ്റ് ഹൈറ്റ് കൂടുതലാണ് അതിന് വരുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് 800 mm ആയിട്ട് സീറ്റ് ഹൈറ്റ് കൂടും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. പക്ഷേ ഐ പ്രിഫർ ദിസ് വൺ മാൻ. ഇതിൽ കിട്ടുന്നൊരു കംഫർട്ട് ഉണ്ടല്ലോ അത് വേറെയാണ്. സീറ്റ് ഈസ് വെരി കംഫർട്ടബിൾ. പിന്നെ സീറ്റിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയണം കേട്ടോ, സീറ്റ് അന്യായ ക്വാളിറ്റിയാണ്. അതായത് ഉദ്ദേശിച്ചത് ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഈസ് റിയലി ഗുഡ്. അത് പറയാൻ കാര്യം സാധാരണ ഒരു വണ്ടിയിൽ നമ്മൾ ആക്സലേഷൻ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഈ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് കുറച്ച് ഇറങ്ങിപ്പോകും. കാരണം സീറ്റിൽ നമ്മൾ ലൂസായി പോവാണ്.
അതിൻ്റെ കാരണം സീറ്റിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ അത്ര ഗ്രിപ്പിയല്ല. പക്ഷേ ഇത് എങ്ങനെയാണെന്ന് പറയട്ടെ, നല്ല ഗ്രിപ്പുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിപ്പിച്ചാൽ, നിങ്ങൾ തന്നെ കണ്ടല്ലോ, വലിപ്പിക്കുമ്പോഴും സീറ്റിൽ നിന്ന് എനിക്കൊരു മാറ്റം, ബാക്കിലേക്ക് തെറിച്ച് പോകുന്നൊരു അവസ്ഥ ഒന്നും വരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ 100-ന് എന്താണോ ആഗ്രഹിച്ചത് അതാണ് എനിക്കിപ്പോൾ ഒരു ഗൊറില്ല 450 തരുന്നത്. അതായത് ഫ്ലിക്ക് ചെയ്യാൻ പറ്റണം, പവർ വേണം, ഷോർട്ടർ വീൽ ബേസ് ആയിരിക്കണം, സെയിം. അതാണ് ഈ ഒരു ഗൊറില്ല 450 തന്നെ കേട്ടോ. ഒരു രക്ഷയില്ല മോനെ. ത്രോട്ടിലിംഗ് ഇസ് സോ പ്രിസൈസ്. അവർ കാലിബ്രേഷൻ ഇഷ്യൂ ഒക്കെ മാറ്റിയിട്ടുണ്ട്, ഇപ്പം നല്ല പ്രിസൈസാണ്. ഗിയറിൽ 31 വലിയ സീനില്ല. പക്ഷേ കണ്ടോ ആ ഒരു നോക്കിങ് ഉണ്ടോ, ഒരു നോക്കിങ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് ചെറുതായിട്ട്. കാരണം ഈ വണ്ടിക്ക് പയ്യെ പോകണ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ ഞാൻ പറഞ്ഞു സ്പ്രോക്കറ്റ് മാറ്റിയോണ്ട് തന്നെ എന്താ റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് ഗിയർ റേഷ്യസ് മാറിയിട്ട് ഇപ്പോൾ ടോളർ ഗിയർ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ഇരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് റേഞ്ചിലും ടോപ്പിലുമാണ്. നേരത്തെ ഹിമാലയൻ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലോ ആൻഡ് ടോർക്കൊക്കെ ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു 40 Nm ടോർക്ക് അറൗണ്ട് ഒരു 5500 RPM പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് തന്നെ, അത് കിട്ടുന്നുണ്ട് കേട്ടോ. ഗായ്സ്, ഇതാണ് നമ്മുടെ ബ്രാവോ ബ്ലൂ എന്ന് പറഞ്ഞൊരു ഷെയ്ഡും കൂടി ഇരിക്കുന്നത് കേട്ടോ. ഇത് ആക്ച്വലി നമ്മുടെ ഫ്ലാഷ് ലൈനപ്പിൽ വരുന്നതാണ്, ഡാഷ് അല്ല, അതായത് ടോപ്പ് മോഡൽ വരുന്നതാണ്. ഇതിൽ കാണാൻ നമുക്കൊരു വൈറ്റ് കളറിൽ വരുന്നുണ്ട് വിത്ത് ബ്ലൂ പെയിൻറ്റഡ് വീൽസും ആ ഒരു സഫ്രെയിം പോലെ പെയിൻറ്റഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ റിയർ വീൽ പെയിൻറ്റഡ് അല്ല. അപ്പോൾ ഈ ഒരു മോഡലും കൂടി ഉണ്ട്. ഇതൊക്കെ ആക്ച്വലി സ്റ്റിക്കറല്ല കേട്ടോ, ഇതൊക്കെ ആക്ച്വലി പെയിൻറ്റഡ് ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അടിപൊളിയായിട്ടോ കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വേണമെങ്കിൽ നമുക്ക് ആക്ച്വലി ഡബിൾ ലൈൻ ഇറക്കാം കേട്ടോ. നമുക്ക് ഡബിൾ ലൈൻ അടച്ച് ഇറക്കാം. ഞാൻ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ തന്നെ കൊടുത്തേക്കാം. ഇപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളിവിടെ വയലിലുള്ള കൈസ മോട്ടോഴ്സ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇവിടെ വേറെ വണ്ടി എന്ന് പറയാനായിട്ട് നമുക്കിവിടെ ഷോർട്ട് ഗൺ ഇരിക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, കുറച്ചും കൂടി റോഡ് സർ വെർഷൻ ആയിട്ടുള്ള സൂപ്പർ മീറ്ററിൻ്റെ റോഡ് സർ വെർഷൻ ആയിട്ടുള്ള ഷോർട്ട് ഗൺ ഉണ്ട്. അത് കൂടാണ്ട് അവിടെ ഇൻ്റർസെപ്റ്റർ ഉണ്ട്, അതുകൊണ്ട് അവിടെ GT ഇരിക്കുന്നുണ്ട്, നമുക്കവിടെ ഹിമാലയൻ ഇരിക്കുന്നുണ്ട്, അതുകൂടാണ്ട് അവിടെ മീറ്റ്യൂർ അങ്ങനത്തെ വണ്ടികളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് വരിക, കൈസ മോട്ടോഴ്സിൽ വരിക, വണ്ടി ഒന്ന് കണ്ടു നോക്കുക. ഞാൻ വണ്ടിയുടെ ഒരു അടിപൊളി ലുക്ക് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വണ്ടി. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട കളർ ഇതാണ്. കുറച്ച് ഫ്ലാഷിയാണ്, പക്ഷേ കാണാൻ അടിപൊളിയാണ് കേട്ടോ.